ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യാമെന്നാണ്, എൻഗേജ്മെൻറ്റിൽ മേക്ക് ഓവർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു BB ക്രീമാണ്, പോൺസിൻ്റെ BB ക്രീമാണ്. ഇത് റേറ്റ് നല്ല കുറവാണ്, ഒരു 100 ബിലോ അങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം അത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടവർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് തന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ വേറെ മോയ്സ്ചറൈസർ ഒന്നും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നൈറ്റാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അതുപോലെ നമ്മൾ ആ ആംഗിളും ശരിയായിട്ടില്ല കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റിയോടെയും അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. നമുക്കിനി വേറൊരു വീഡിയോ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിനകത്ത് ഏറെക്കുറെ മേക്കപ്പ് ചെയ്യുന്നത് കാണാമെങ്കിലും അത്ര കറക്റ്റായിട്ട് വന്നിട്ടില്ല, അതാണ് ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് സെറ്റാക്കാൻ നോക്കരുത്. അപ്പോൾ നമ്മൾ ഏത് പോർഷനിലാണോ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ പോർഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫുള്ളൊന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്ത പോർഷനിലേക്ക് പോകാം. അത് ചീക്സിലാണെങ്കിൽ ഒരു സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ചീക്സിലേക്ക് ചെയ്തിട്ട് പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോകാം, അങ്ങനെ നോസിലാണെങ്കിലും അങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാം. അങ്ങനെ എല്ലായിടത്തും നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലിഡ്സിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു നോർമൽ, ഇപ്പോൾ നല്ല പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ള ബ്രൈഡ്സിനൊന്നും ഇത് പറ്റത്തില്ല, ഈ ഒരു മേക്കപ്പ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ ഡാർക്ക് സ്പോട്ട്സൊക്കെ. അപ്പോൾ അതുള്ളവരാണ് ഒരു കൺസീലറിൽ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം. കൺസീലർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ ലിപ്സിലോട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ലിപ്സിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിലും കൂടെ നമുക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തെ അതങ്ങ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ഐബ്രോ എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ക്ലിയറായിട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ക്യാമറയുടെ ആംഗിൾ ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മളൊരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയുക, ലോക്കൽ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. അത് വലിയ റേറ്റൊന്നും ഇല്ല. അപ്പം ആ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിലെ ഡ്രസ്സിൽ കുറച്ച് മാച്ച് വരുന്ന ടൈപ്പ് ഒരു കളർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു മജന്ത, ഒരു പിങ്കൊക്കെ അങ്ങനെ ഒരു ടച്ച് വരുന്ന ഒരു കളറാണ്. അപ്പോൾ അത് നമ്മൾ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അങ്ങ് എന്താ ഇങ്ങനെ പ്രോ ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ തന്നെ ഒരു ഷിമ്മറി ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ഗ്ലിറ്ററൊക്കെ വരുന്ന ഷെയ്ഡില്ലേ, അതിലൊരു ഗോൾഡൻ പോൺകത്തെ കളറാണ് ഈ എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഡ്രസ്സിനകത്ത് വരുന്നത് ആ ഗോൾഡൻ കളറാണല്ലോ. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഇന്നർ കോർണറിലും അതുപോലെ തന്നെ ഒരു സെൻറ്റർ പോർഷൻ ആകുമ്പോഴും ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് അല്ല നമ്മളത് നല്ലപോലെ ഒന്നും സ്മൂത്തായിട്ട് ബ്ലറാക്കിയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലൈനറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാജലൊക്കെ ഉണ്ടെങ്കിൽ കാജലൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാനിവിടെ നോർമൽ ഐലൈനർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇങ്ങനെ ഐലൈനർ, പക്ഷേ ഞാൻ എഴുതിയത് അത്ര ശരിയായില്ല, കാരണം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്ര ടൈം നല്ലതായിട്ട് നമുക്ക് പതുക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ മേക്കപ്പ് ലുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കണ്ണെഴുതിയത് അത്ര അങ്ങോട്ട് എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനിപ്പോൾ ലിപ്പ് ലൈനർ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ കയ്യിലുള്ളൊരു ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ, ഈ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ അല്ലാത്ത ക്രയോൺ ലിപ്സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ലൈനർ കേട്ടോ. പിന്നെ നമ്മൾ സുഡിയോ ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തെടുക്കുന്നത്, ഒരു മജന്ത ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നത്, അതാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളിനി ജസ്റ്റ് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സെറ്റിംഗ് പൗഡർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ വരുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പൗഡർ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ഫേസിൽ എവിടെയൊക്കെയാണോ, അത് ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടിയിടിച്ച് മുളിക്കിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതെവിടെയൊക്കെയാണോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടല്ലേ, ഇത് കുറച്ച് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും അങ്ങ് ഓവറാക്കി ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ഫേസിൽ ഫുൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
പിന്നെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിലായിരുന്നു ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇടുക, പിന്നെ ലിപ് ബാമൊക്കെ ഇടുക എന്നുള്ളതായിരുന്നല്ലോ. പക്ഷെ നമ്മളിതെല്ലാം ഇടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇടയ്ക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് എല്ലാ ഒരു റൂൾസ് തെറ്റിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിപ് ബാമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടത്. ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തത്. പിന്നെ അതിന് ശേഷം അതിനകത്തൊരു ഹൈലൈറ്റർ പോലൊരു ഷെയ്ഡ് തോന്നി, അതായത് ഒരു ഗ്ലിറ്ററൊക്കെ വരുന്നൊരു അവിടെ ഒരു ഫൗണ്ടേഷൻ്റെ പൗഡർ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിങ് ലൈൻ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അടിയിലും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ ലൈനിലും എഴുതി കൊടുക്കുക, അതുപോലെ തന്നെ വിങ്സൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ അത് ഇട്ട് കൊടുത്തു. പക്ഷേ കണ്ണ് എഴുതി എന്തായാലും എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം പെട്ടെന്ന് അങ്ങനെ എഴുതിയത് കൊണ്ട് തന്നെ നല്ലതായിട്ട് ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണിൻ്റെ അടിയിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കണം. ബ്ലഷ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ആ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ആ ലിപ്സ്റ്റിക്കിൻ്റെ അത് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തത്. വേറെ നമ്മൾ ബ്ലഷോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷ് ആക്കിയിട്ട് കൊടുത്തു. പിന്നെ നമ്മളിനി ഹെയർ സ്റ്റൈൽ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ ബാക്കിൽ പഫ് എടുത്തിട്ട് പിന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് വകുപ്പെടുക്കുമല്ലോ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ച് കെട്ടിക്കൊടുക്കുന്നതാണ്. അപ്പം ബാക്കിലോട്ട് നമ്മൾ മുടി കുറച്ച് ചീകിയിട്ടിട്ട് ബാക്കിൽ ചെറിയൊരു പഫ് കൊടുക്കാനാണ്. അപ്പോൾ പഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നല്ല വോളിയം ഇല്ലാത്ത ഹെയറൊക്കെ ആണെങ്കിലേ. അപ്പം നമ്മുടെ കയ്യിൽ തൽക്കാലം പഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് കോംബ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഹെയർ എടുത്തിട്ട് കുറച്ചൊരു പോർഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം. അപ്പം കുറച്ചൊന്ന് വോളിയം തോന്നിക്കും. പിന്നെ ഹെയറിൽ നല്ല ഓയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പഫി ആയിട്ട് നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒക്കുന്ന പോലെയൊക്കെ ചെറുതായിട്ട് മുടിയൊന്ന് പിരിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ കൂടാണല്ലോ വകപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നോർമലി എല്ലാവർക്കും അറിയായിരിക്കും ആ ഒരു മോഡൽ തന്നെയാണ്. ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ചിട്ടുള്ളൊരു ആ ഒരു മോഡലാണ് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്കിൽ ചെറിയൊരു പഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. നല്ല വലിയ പഫൊന്നും അല്ല, അങ്ങനെ ഇരുന്നിട്ടില്ല, എന്നാലും ചെറിയൊരു ഇത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തനിയെ താന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സൈഡിലത്തെ മുടി ഉണ്ടല്ലോ, അത് ജസ്റ്റ് നല്ലപോലെ ചീകിയിട്ട് നമ്മൾ നല്ല രീതിക്ക് കോംബ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിരിച്ച് വെച്ച് കൊടുക്കുന്ന ഹെയർ സ്റ്റൈലാണ്. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടും ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഓരോ പോർഷൻ എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പോർഷനും പിരിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമ്മൾ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നോർമലി എല്ലാവരും ചെയ്യുന്ന ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പം കുറച്ച് എന്തെങ്കിലും ബാങ്ക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മുടിയൊക്കെ കേൾ ചെയ്തിട്ടിടുമല്ലോ, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ചീകിയിട്ടുണ്ടെങ്കിലും മുടിയിൽ ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി അത്രേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഹെയറൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെയറൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കാം. നമ്മൾ ഒരുപാട് ഹെയർ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഹൈലൈറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വാസ്ലിൻ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ വാസ്ലിൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടവും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഓർണമെൻറ്റ്സ് ഇടാണ്. അപ്പോൾ ഓർണമെൻറ്റ്സിന് ഇതാണ് നമ്മുടെ ഓർണമെൻറ്റ്സ്. ഈ ഒരു ചോക്കർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പെയറായിട്ട് തന്നെ വരുന്ന ഇയറിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെറ്റിച്ചുറ്റിയിൽ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വെച്ച് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. കാരണം ജസ്റ്റ് നമ്മൾ 2-3 പ്രൊഡക്ട്സ് വെച്ചിട്ടാണല്ലോ ഈ മേക്കപ്പ് ലുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേ പോണക്കത്തെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ജസ്റ്റ് കമ്മൽ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കമ്മലൊക്കെ ഇട്ടു. പിന്നെ നെറ്റിച്ചുറ്റിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്കൊരു എൻഗേജ്മെൻറ്റിൽ നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി അതല്ല വേറൊരാൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അത്ര സിമ്പിളാക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണാം.